ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് റിയൽമിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഓഫറിംഗ് ആയ റിയൽമി 7 Pro എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് റിയൽമി 7 Pro അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും പിന്നെ അത്യാവശ്യം കുറച്ച് ക്യാമറ സാമ്പിൾസും വീഡിയോ വിഷ്വൽസൊക്കെ നോക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് റിയൽമി 7 Proയുടെ ബോക്സ് വരുന്നത്. റിയൽമിയുടെ ആ ഒരു സിഗ്നേച്ചർ യെല്ലോ കളർ ബോക്സിനകത്തായിട്ടാണ് ഫോൺ വരുന്നത്. റിയൽമിയുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എല്ലാ ഫോണിൻ്റെ ബോക്സിൽ പോലെ തന്നെ അത്യാവശ്യമുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും സോണി 64 MP ക്വാഡ് ക്യാമറ, 65 വാട്ട് സൂപ്പർ ഡാറ്റ് ചാർജ്, 6.4 ഇഞ്ച് സൂപ്പർ AMOLED ഫുൾ സ്ക്രീൻ, സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സർ, അത്യാവശ്യമുള്ള ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കവർ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. ഓക്കെ, ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇതിനകത്തായിട്ട് ചെറിയൊരു ബോക്സ് ഉണ്ട്. അതിനകത്ത് ഫോണിൻ്റെ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു TPU കേസ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്മോക്കി TPU കേസാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നത് കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തായിട്ട് നമ്മുടെ ഫോൺ റിയൽമി 7 Pro എന്ന് പറയുന്ന ഡിവൈസ് നല്ല സ്റ്റാൻഡേർഡായിട്ട് ആ ഒരു പ്ലാസ്റ്റിക് റാപ്പിങ്ങെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റാം. ഓക്കെ, ഇതാണ് റിയൽമി 7 Pro എന്ന് പറയുന്ന ഡിവൈസ്. നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഫോൺ വന്നേക്കുന്നത്. റിയൽമി 7 നമ്മൾ കണ്ട ആ ഒരു സെയിം ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ 7 Proയും വരുന്നത്. ചെറിയ ചില ചേഞ്ചസ് ഒക്കെ ഫോണിലുള്ളൂ. ആ ഒരു AG സ്പ്ലിറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. റിയൽമിയുടെ ബ്രാൻഡിങ് ഇവിടെ താഴെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു റെക്റ്റാങ്കിൾ മൊഡ്യൂളിനകത്തായിട്ടാണ് ഫോണിൻ്റെ റിയർ ക്യാമറയും ഫ്ലാഷ് ലൈറ്റും ഒക്കെ വരുന്നത്. ഇനി ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ ഓൾറെഡി ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പണ്ടൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് ഒരു പ്ലാസ്റ്റിക് സ്ക്രീൻ പ്രൊട്ടക്ടർ ഓൾറെഡി ഇതിൽ പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി. നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങിച്ചിട്ട് സ്ക്രീൻ നമുക്ക് കുറച്ച് സേഫായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് പഞ്ച് ഹോൾ ഡിസൈനിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. പിന്നീട് ഡിസൈൻ വൈസുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ ബോട്ടം സൈഡിൽ നമുക്ക് 3.5 mm ഓഡിയോ ജാക്കും USB Type-C പോർട്ട് സ്പീക്കർ ഗില്ലും കാണാൻ പറ്റും. ടോപ്പ് സൈഡിലായിട്ട് ഒരു സിംഗിൾ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും സിം ഡ്രൈവ് കാണാൻ പറ്റുന്നത്. റൈറ്റ് സൈഡിലായിട്ടാണ് ഫോണിൻ്റെ പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ ഇതാണ് റിയൽമി 7 Pro. നമുക്ക് ജസ്റ്റ് ഫോണിൽ മാറ്റി വെച്ചിട്ട് ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിനകത്ത് ഇനി വരുന്നത് 65 വാട്ട് സൂപ്പർ ഡാറ്റ് ചാർജറാണ്. അതുപോലെ തന്നെ USB Type-C കേബിളാണ് വരുന്നത്. അതുപോലെ ഒരു സിം എജക്റ്റ് ടൂൾ നമുക്ക് കിട്ടുന്നുണ്ട്. ബോക്സിനകത്ത് വേറെ ഒന്നുമില്ല. ഹെഡ്ഫോൺസോ കാര്യങ്ങളൊന്നും നമുക്ക് ബോക്സിനൊപ്പം കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് റിയൽമി 7 Proയ്ക്കൊപ്പം കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഓക്കെ, ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളർ പാറ്റേൺ നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. നല്ലൊരു ബ്രൈറ്റ്നസ് ലെവലും കാര്യങ്ങളൊക്കെ ഫോണിലുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ചിൻ്റെ AMOLED പാനലാണ്. ഫുൾ HD+ റെസൊല്യൂഷനാണ്. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത് 60 Hz റിഫ്രഷ് റേറ്റ് ഫോണിലുള്ളൂ. അതൊരു ഡൗൺ ഗ്രേഡ് ആയിട്ട് ഫീൽ ചെയ്തു. റിയൽമി 7 നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പക്ഷേ അവിടെ IPS LCD പാനലാണ് വരുന്നത്. IPS LCDയും AMOLEDയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ 60 Hz റിഫ്രഷ് റേറ്റ് ഉള്ളൂ. എന്നിരുന്നാലും 7 Proയിൽ നമുക്ക് AMOLED പാനലാണ് കിട്ടുന്നത്. നല്ല ഷാർപ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയിൽ ഫീൽ ചെയ്യും. പിന്നെ ഫോണിൻ്റെ ഇന്റേണലിലുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫോൺ പവർ ചെയ്യുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G പ്രൊസസ്സറാണ്. റിയൽമി 6 Proയിലും ഈ സെയിം പ്രൊസസ്സർ തന്നെയായിരുന്നു. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G തന്നെയായിരുന്നു. ഇത് മെയിനായിട്ട് നമുക്ക് 2 വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. 6GB 128GB, 8GB 128GB എന്നിങ്ങനെ 2 കോൺഫിഗറേഷനിലാണ് ഈ ഫോൺ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 6GB 128GB വേരിയൻ്റ് ആണ് കേട്ടോ. പിന്നെ ഈ ഫോൺ റൺ ചെയ്യുന്നത് Android 10 ബേസ്ഡ് ആയിട്ടുള്ള റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസിലാണ്. ഇതിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 4500 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കിട്ടുന്നത്. 65 വാട്ട് സൂപ്പർ ഡാറ്റ് ഫാസ്റ്റ് ചാർജിങ് ഫോണിൽ സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ റിയൽമി 7 Pro ആയിരിക്കും. ഇത് ഫോൺ ഫുള്ളി ചാർജ് ആവാനായിട്ട് 0 മുതൽ 100% വരെ ചാർജ് ആവാനായിട്ട് ഏകദേശം 35 മിനിറ്റ് മതി എന്നൊക്കെയാണ് റിയൽമി പറയുന്നത്. നമുക്ക് എന്തായാലും അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വരും ദിവസം നമുക്ക് ഡെഡിക്കേറ്റഡ് വീഡിയോ ആയിട്ട് ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
പിന്നീടുള്ള സ്പെക്ക് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഫോണിൽ വരുന്നത്. സൈഡ് മൗണ്ടഡ് അല്ല. റിയൽമി 7 നമുക്ക് സൈഡ് മൗണ്ടഡ്, അതായത് പവർ ബട്ടണോടൊപ്പം ചേർന്ന ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് റിയൽമി 7 കിട്ടുന്നത്. 7 പ്രോയിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ക്യാമറ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു ക്യാമറ സ്പെക്കാണ് ഫോണിൽ വരുന്നത്. റിയർ ക്യാമറയ്ക്ക് വരുമ്പോൾ ക്വാഡ് റിയർ ക്യാമറയാണ്. 64 മെഗാ പിക്സലിൻ്റെ സോണി IMX682 പ്രൈമറി സെൻസറാണ് വരുന്നത്. അതിനോടൊപ്പം 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് യൂണിറ്റും ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ഷൂട്ടർ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സെയിം റിയർ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ റിയൽമി 7 വരുന്നത്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ എക്സ്ട്രാ കുറച്ച് ക്യാമറ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ അത്യാവശ്യം അതിൻ്റെ ഒരു വിഷ്വൽസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ടൊരു പഞ്ച് ഹോൾ ഡിസൈനിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. 32 മെഗാ പിക്സലിലാണ് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ അത്യാവശ്യമുള്ള സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് കൂടെ പറയാം. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 6GB 128GB വേരിയൻ്റെ റേറ്റ് വരുന്നത് 19,999 രൂപയാണ്, അതായത് 20,000 രൂപയാണ്. അതുപോലെ 8GB 128GB വേരിയൻറ്റിന് 21,999 രൂപയാണ്. പിന്നെന്തായാലും ഫോണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമുക്ക് വരും ദിവസങ്ങളിൽ ഡെഡിക്കേറ്റഡ് വീഡിയോസായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ പലരും ചോദിക്കുന്നൊരു സംഭവമാണ് റിയൽമി 7 എടുക്കണോ റിയൽമി 7 പ്രോ എടുക്കണോ എന്നുള്ള കാര്യം. എൻ്റെ ഒരു ഒപ്പീനിയൻ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ റിയൽമി 7 പ്രോ ആയിരിക്കും കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷൻ. കാര്യം നമുക്കിവിടെ ഡിസ്പ്ലേ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ AMOLED പാനൽ കിട്ടുന്നുണ്ട്. അതുപോലെ 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. ക്യാമറ സ്പെക്കിൽ കുറച്ചും കൂടെ നല്ല ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷൻ റിയൽമി 7 പ്രോ ആയിരിക്കും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 64 മെഗാ പിക്സൽ ക്വാഡ് റിയർ ക്യാമറയും 32 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയൊക്കെ വെച്ച് ഈ ഒരു പ്രൈസിൽ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ളൊരു ഡിവൈസ് തന്നെയാണ്. ഫോൺ യൂസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ഇനി അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് അത്യാവശ്യം ഇങ്ങനെ പുഷ് ചെയ്ത് കയറിപ്പോവും. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടെക്നോളജി കണ്ടന്റുമായിട്ട് കാണാം. ബൈ.